പാവങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവലാണെങ്കിലും ഇതിലെ ഇതിവൃത്തം ഫ്രഞ്ച് വിപ്ലവമല്ല. അത് ഹ്യൂഗോ ഫ്രഞ്ച് വിപ്ലവത്തിനെ അല്ല, ഏകാഗിയായി ജീവിക്കുകയും ഏകാഗിയായി മരിക്കുകയും ചെയ്ത ഒരു മഹാത്മാവിൻ്റെ സ്നേഹസമ്പന്നമായ ഹൃദയത്തെയാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കുന്ന ഒരാൾ, ആ ജീവിതത്തിൻ്റെയും ആ ത്യാഗോജ്വലമായ സ്നേഹത്തിൻ്റെയും മുമ്പിൽ ഫ്രഞ്ച് വിപ്ലവം നിഷ്പ്രഭമായ ഒരു പശ്ചാത്തല യവനിക മാത്രമാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കുന്ന ആ പാവം മനുഷ്യനിൽ അനുകമ്പയല്ല, ബഹുമാനവും സ്നേഹവുമാണ് നാം ചൊരിയുന്നത്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയ നഭസിലൊരു സൂര്യനായി ഉദിച്ചുയർന്ന വർഷമാണ് ഈ നോവൽ രചിക്കപ്പെട്ടത്. 1948 ആകുമ്പോഴേക്കും ആ സൂര്യൻ ഒറ്റപ്പെട്ടു, ആ സൂര്യൻ ഇല്ലാതെയായി, അസ്തമിച്ചു. എങ്കിലും അദ്ദേഹം ആദരിക്കപ്പെട്ടു. മലയാള സാഹിത്യ രംഗത്ത് ഇതുപോലെ ഒരു ഒറ്റപ്പെട്ടു നിന്ന പ്രതിഭാസമാണ് പാവങ്ങളിലെ രാംവാൽ രാം എന്ന് പറയുന്ന ജീൻ വാൽജീൻ എന്ന് ഇതിൽ ഫ്രഞ്ച് ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. രാംവാൽ രാം എന്ന് തന്നെയാണ് പാവങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിനും അതുപോലെയായിരുന്നു. പാവങ്ങൾ തർജ്ജമ ചെയ്യുന്നതോടെ നാലപ്പാടൻ പുതിയൊരാളായി മാറി. താൻ ജീവിക്കുന്ന ഭൂമിയിലെ മലയാളം വായിക്കാൻ അറിയുന്നവരും ചിന്തിക്കുന്നവരുമായ ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ ആ നോവലിന് സാധിച്ചു. അദ്ദേഹം കർമ്മസന്യാസ യോഗത്തിലേക്ക് പ്രവേശിക്കവേ ആ പുതിയ തലമുറ കർമ്മോന്മുഖമായി പുറത്തു വന്നു. പക്ഷെ അവരുടെ കയ്യിലെ ചൂട്ട് കത്തിച്ചു കൊടുത്തത് നാലപ്പാട്ടിൻ്റെ ആത്മാവിലെ പൂജാമുറിയിൽ കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ തിരിയായിരുന്നു. 1920 അദ്ദേഹം ഈ തർജ്ജമ ആരംഭിക്കുന്നത്, ആദ്യമായിട്ട് തുടങ്ങി ആരംഭിക്കുന്നത് അപ്പോഴാണ്. 1923-ലും 24-ലും ആണ് മാധവയ്യയുടെ നന്ദയും ലഫ്റ്റനൻറ്റ് പഞ്ചുവും ഒക്കെ പുറത്തു വന്നത്. അതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഇന്ത്യൻ നോവലുകളാണ്. 1925 പാവങ്ങൾ പുറത്തു വന്ന ആ വർഷം സർദാർ ജോഗേന്ദ്ര സിംഗിൻ്റെ കമല എന്നൊരു സാമൂഹ്യ നോവൽ ഇംഗ്ലീഷിൽ പുറത്തു വന്നു. ഈ 1930 അതായത് പാവങ്ങൾക്ക് 5 വർഷം ശേഷം ഗാന്ധിജിയുടെ സിവിൽ ഡിസൊബീഡിയൻറ്റ് പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം അതൊക്കെ ഉണ്ടായി. 29 മുതൽ 33 വരെയുള്ള വർഷം ഇന്ത്യയിൽ വളരെ 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 കഷ്ടപ്പെട്ട ഒരു ക്ഷാമത്തിൻ്റെ വർഷങ്ങൾ വന്നു. അരവിന്ദൻ പരിപൂർണമായും തൻ്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞ് സന്യാസത്തിലേക്ക് പോയിരുന്നു. നാലപ്പാടനും സദാചാരം, രാഷ്ട്രഭരണതന്ത്രം എന്നൊക്കെ പറയുന്നത് മാനവികതയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉടലെടുത്തതാവണം എന്ന ഒരു മഹത് തത്വത്തിൻ്റെ വക്താവായി ചക്രവാളങ്ങളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു. നാലപ്പാട്ട് ആശ്രമമുറ്റത്ത് പോണ്ടിച്ചേരിയിലെ ആശ്രമത്തിൽ എന്ന പോലെ മറ്റൊരു മഹായോഗി ജനിച്ചു കഴിഞ്ഞിരുന്നു. മഹാനായ ഒരു ദാർശനികൻ, അക്കിത്തം വിശേഷിപ്പിച്ച പോലെ ഒരു ഋഷി കവി. ഇക്കാലത്താണ് സ്വാതന്ത്ര്യ സമരം, പൗരസ്ത്യ പാശ്ചാത്യ ബന്ധം, വർഗീയത, ഹരിജനോദ്ധാരണം, ഭൂമി സ്വന്തമില്ലാത്ത പാവങ്ങളുടെ ദുരവസ്ഥ, സാമ്പത്തിക ചൂഷണത്താൽ വലയുന്നവരുടെ ജീവിതം എന്നിങ്ങനെയുള്ള പൊതുപ്രശ്നങ്ങളെയും സ്ത്രീ വിമോചനത്തെയും, പ്രത്യേകിച്ച് സതി, വിധവാവിവാഹം, ബാലവിവാഹം ഇവയൊക്കെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള അനേകം നോവലുകൾ ഇന്ത്യയിൽ പുറത്തു വരുന്നത്. 1930 തന്നെയാണ് ഗാന്ധിജിയുടെ ഭഗവത്ഗീതയിൽ താൻ കണ്ടെത്തിയ തത്വങ്ങൾ പുറത്തു വരുന്നത്, ഡിസ്കോഴ്സസ് ഓൺ ദ ഗീത. 1919 മുതൽ 32 വരെ യങ് ഇന്ത്യയിലും 1933 മുതൽ 48 വരെ ഹരിജനിലുമായി ഗാന്ധിജി എഴുതിയ അനേകം ലേഖനങ്ങൾ ഇന്ത്യയിലെ നിരവധി നോവലിസ്റ്റുകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 2 ജേണലുകളും പ്രചുരപ്രചാരമാവുന്നതിനും അവയിലെ ആശയങ്ങൾ പ്രചോദിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെയാണ് നാലപ്പാടൻ ഹ്യൂഗോവിനെ പരിചയപ്പെടുകയും പാവങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയും അവയെ തൻ്റെ സഹജീവികളോട് പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുകയും ആ മഹാദൗത്യത്തിനായി രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തത്. 1920 മാത്രമാണ് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ആദ്യത്തെ മേജർ കൃതി എന്ന് പറയാവുന്ന റെയിൻ ഓഫ് റിലിജിയൻ ഇൻ കണ്ടംപററി ഫിലോസഫി പുറത്തു വരുന്നത്. പാശ്ചാത്യ തത്വശാസ്ത്രത്തെയും ചിന്തയെയും വിലയിരുത്താനുള്ള ഇന്ത്യക്കാരൻ്റെ ആദ്യത്തെ ശ്രമം എന്ന നിലയിൽ രാധാകൃഷ്ണൻ്റെ ഈ കൃതി ശ്രദ്ധേയമായിരുന്നു. രാധാകൃഷ്ണൻ പാശ്ചാത്യ ചിന്തയെക്കുറിച്ച് ആധികാരികമായി പണ്ഡിതോചിതമായ അഭിപ്രായം രേഖപ്പെടുത്തിയ അതേ വർഷമാണ് നാലപ്പാടൻ പാശ്ചാത്യ ചിന്തകരിൽ പ്രമുഖനായ ഹ്യൂഗോവിനെ
തൻ്റെ അയൽവാസിയെ എന്ന പോലെ കൈപ്പിടിച്ച് ഓരോ മലയാളിയുടെ വീട്ടുമുറ്റത്തും കൊണ്ടുവന്ന് ഇതാരാണെന്ന് അറിയണ്ടേ എന്ന് പരിചയപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചത്. 1923 മുതൽ 27 വരെയുള്ള കാലഘട്ടത്തിൽ രാധാകൃഷ്ണൻ്റെ മാഗ്നം ഓപ്പസ് ആയ ഇന്ത്യൻ ഫിലോസഫി 2 വാല്യങ്ങൾ പുറത്തു വന്നു. 24-28 നാലപ്പാടം കണ്ണുനീർത്തുള്ളിയിലും പുളകാങ്കുരത്തിലും മറനീക്കി നിർമ്മല നിഷ്കള ബ്രഹ്മം എന്നുള്ള അനശ്വരമായ സനാതനധർമ്മത്തെ, ഇന്ത്യയുടെ ദർശനത്തെ നമ്മുടെ കൺമുന്നിൽ കവിതയായിട്ട് ലളിതമായി അവതരിപ്പിച്ചിരുന്നു. 1926 രാധാകൃഷ്ണൻ്റെ ഇൻഡു വേ ഓഫ് ലൈഫ് പുറത്തു വന്നു. 29 കൽക്കി ഓർ ദ ഫ്യൂച്ചർ ഓഫ് സിവിലൈസേഷൻസ്, 1932 എൻ ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ്, 1933 ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇൻ റിലീജിയൻസ് ഇതൊക്കെ വന്നു. 33 ചക്രവാളത്തിൻ്റെ ആദ്യ പതിപ്പ് പുറത്തു വന്ന വർഷമാണ്. ഇന്ത്യൻ ജനതയുടെ തനതായ ജീവിത രീതിയിലൂടെ, സനാതന ദർശനങ്ങളിലൂടെ വരും കാലത്തെ തലമുറയെ വളർത്തിയെടുക്കാനുള്ള ലളിതമായ ശ്രമം അതിനെത്രയോ മുമ്പ് കവന കൗമുദിയിൽ പ്രസിദ്ധീകരിച്ച ഇന്നത്തെ അമ്മയിലൂടെ നാലപ്പാട്ട് നിർവഹിച്ചു കഴിഞ്ഞിരുന്നു. ഒരു ഐഡിയലിസ്റ്റായും സാമൂഹ്യ പരിഷ്കർത്താവായും കവിയായും ജീവിച്ച് കാണിച്ച അദ്ദേഹം കിഴക്കിനെയും പടിഞ്ഞാറിനെയും തൻ്റെ കൃതികളിലൂടെയും വിജ്ഞാന സമ്പത്തിലൂടെയും സമന്വയിച്ചു കഴിഞ്ഞിരുന്നു. 1934 രാധാകൃഷ്ണൻ കിഴക്കിൻ്റെ മതത്തെയും പടിഞ്ഞാറിൻ്റെ ചിന്തയെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത്. 1920 ശേഷമുള്ള നാലപ്പാടിൻ്റെ എല്ലാ കൃതികളിലും അത് രണ്ടും ഒന്നായിത്തീരുന്ന ഒരു അദ്വൈതത്തിൻ്റെ മനോഹര ദൃശ്യമുണ്ട്. 1947 റിലിജിയൻ ആൻഡ് സൊസൈറ്റി എന്ന രാധാകൃഷ്ണൻ്റെ കൃതി പുറത്തു വരുമ്പോൾ നാലപ്പാടിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷം നടക്കുകയാണ്. 1953 ദ പ്രിൻസിപ്പൽ ഉപനിഷത്സ് പുറത്തിറങ്ങുമ്പോൾ ആർഷജ്ഞാനം നോർമൻ പ്രസ്സിൽ അച്ചടിയിലാണ്. അതിനുശേഷം നമ്മുടെ കവി സ്വധാമത്തിലേക്ക് തൻ്റെ ദൗത്യം നിറവേറ്റിയ കൃതാർത്ഥതയോടെ തിരിച്ച് പോവുകയും ചെയ്തു. പിന്നെ അദ്ദേഹം ജീവിച്ചിട്ടുമില്ല, അവസാനത്തെയാണത്. 1930 ഇന്ത്യയുടെ നോവൽ രംഗം സജീവമായത്. പാവങ്ങളുടെ തർജ്ജമ കൊണ്ട് നാലപ്പാടൻ മലയാള നോവൽ സാഹിത്യരംഗത്ത് വിപ്ലവാത്മകമായ തുടക്കം കുറിച്ച് 10 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മൂർത്തികൾ ഉദയം ചെയ്തു. മുൽക്ക് രാജാനന്ദ് അൺടച്ചബിൾസ് 1935, ആർ കെ നാരായണൻ 1935, സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, രാജാറാവു 1938, കാന്താപുര. ഇതാണ് ആ 3 മൂർത്തികളുടെ നോവലുകൾ. കാലത്തെ കടന്നു ചിന്തിക്കുന്നവർക്ക് കാലത്തിൻ്റെ ഒഴുക്കിനൊപ്പം നീന്തുന്നവരോളം പോപ്പുലാരിറ്റി കിട്ടാറില്ല. മലയാള സാഹിത്യത്തിലെ കാലത്തെ കടന്നു ചിന്തിക്കുന്ന കവിയായിരുന്നു നാലപ്പാടൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മലയാള സാഹിത്യ മണ്ഡലത്തിൽ ഒറ്റപ്പെട്ടു നിന്ന ഒരു ഉജ്ജ്വല താരമായിരുന്നു. വെറുതെ ഒരു കവി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പൂർണ്ണമാവില്ല. കവിയും ഫിലോസഫറും ഒക്കെ ആയിരുന്നു. എല്ലാമായിട്ടുള്ളൊരു ദാർശനികൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഉയർന്നു നിന്നത്.